ഇനി ബംഗളൂരുവിൽ നിന്നുള്ള വാർത്തയിലേക്കാണ്. അവിടെ മടിവാളയിൽ മലയാളി യുവതിയെ പീഡിപ്പിച്ച കേസിലെ പ്രതി ഹൈനസ് അറസ്റ്റിൽ. കേരളത്തിൽ നിന്നാണ് പ്രതിയെ കർണാടക പോലീസ് പിടികൂടിയത്. മടിവാള സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനെതിരെ വകുപ്പുതല നടപടിയുമുണ്ട്. സ്റ്റേഷൻ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തിയ ഉദ്യോഗസ്ഥനെതിരെ വകുപ്പുതല അന്വേഷണത്തിന് കൂടി ഉത്തരവിട്ടിരിക്കുന്നു. കെ ബി ശ്രീധരൻ വിവരങ്ങൾ നൽകും. ബംഗളൂരുവിൽ നിന്ന് ശ്രീധരൻ, ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വാർത്ത വന്നപ്പോൾ ഈ ഹൈനസ് ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. പോലീസിന്റെ ഭാഗത്തുനിന്ന് വേഗത്തിലുള്ള നടപടികൾ ഉണ്ടായില്ല എന്ന് പെൺകുട്ടിയും സുഹൃത്തുക്കളും ഒക്കെ പരാതിപ്പെടുകയും ചെയ്തു. ഇപ്പോൾ അതിലൊരു തിരുത്തൽ വരുത്തുകയാണോ? ഇയാളെ എങ്ങനെ പിടികൂടുന്നു? മറ്റ് നടപടികൾ എന്തൊക്കെ എടുത്തു? ദിവിഷ, മാധ്യമങ്ങളിൽ വാർത്ത വന്നതിന് പിന്നാലെ തന്നെ വലിയ ചർച്ചയായി ഈ വിഷയം. അതിന് തൊട്ടു പിന്നാലെയാണ് 48 മണിക്കൂറിനകം പ്രതിയെ പിടികൂടണം എന്നുള്ള കർശന നിർദ്ദേശം ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ സീമന്ത് കുമാർ സിംഗ് ഉദ്യോഗസ്ഥർക്ക് നൽകിയത്. തുടർന്ന് അന്വേഷണം മടിവാള പോലീസിൽ നിന്ന് ആടുകോടി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി ACPക്ക് അന്വേഷണ ചുമതലയും നൽകി. ഇതിന് പിന്നാലെ കേരളത്തിലേക്ക് ഒരു സംഘം കർണാടക പോലീസിന്റെ പോവുകയും ചെയ്തു. അങ്ങനെയാണ് ബത്തേരിയിൽ നിന്ന് ഇന്നലെ ഹൈനസിനെ പോലീസ് പിടികൂടുന്നത്. ഏതായാലും ഇയാൾക്ക് പോലീസിന് മുന്നിലേക്ക് വരികയല്ലാതെ മറ്റൊരു വഴി ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അത്രമേൽ വലിയ തരത്തിലുള്ള അന്വേഷണമാണ് ഇവിടെ കർണാടക പോലീസ് ഇതിന് പിന്നാലെ നടത്തിയത്. ഏതായാലും ഇത് വലിയ വാർത്തയായതിന് പിന്നാലെയാണ് ഹൈനസ് കേരളത്തിലേക്ക് കടന്നത്. ആദ്യം കണ്ണൂരിലേക്കും പിന്നീട് ബത്തേരിയിലേക്കും എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഇയാളെ ബംഗളൂരുവിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയും മറ്റ് നടപടിക്രമങ്ങളിലേക്കൊക്കെ പോകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ ആദ്യം മടിവാള പോലീസ് സ്റ്റേഷനിലേക്കാണ് പരാതിയുമായി പെൺകുട്ടി എത്തുന്നത്. പക്ഷേ അവിടെ പോലീസിന്റെ ഈ കുട്ടിയുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രതികരണമാണ് മടിവാള പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ SI ആയിട്ടുള്ള അരുൺകുമാറിന്റെ ഉൾപ്പെടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇവർക്കെതിരേക്ക് കർശനമായിട്ടുള്ള നടപടിയും ഉണ്ടാകും എന്ന് കമ്മീഷണർ അറിയിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സ്റ്റേഷൻ ഡ്യൂട്ടികളിൽ നിന്ന് അയാളെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വകുപ്പുതല അന്വേഷണം ഉണ്ടാകും, തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് കൂടി അറിയിക്കുന്നു. കഴിഞ്ഞ 12-ാം തീയതിയാണ് ഈ പെൺകുട്ടിയെ സുഹൃത്തുക്കൾ താമസിക്കുന്ന സ്ഥലത്ത് വെച്ച് ഈ ഹൈനസ് എന്നുള്ള ഈ ബ്രോക്കർ ബലാത്സംഗം ചെയ്യുന്നത്. തുടർന്ന് പരാതി നൽകിയെങ്കിലും പോലീസ് സ്വീകരിക്കാൻ തയ്യാറായില്ല. സമ്മർദ്ദപ്പെടുത്തി, വലിയ സമ്മർദ്ദം ചെലുത്തി പരാതി പിൻവലിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ അന്ന് നടക്കുകയും പിന്നീട് ഇവരെ വലിയ മർദ്ദനത്തിന് പെൺകുട്ടിയെയും സുഹൃത്തുക്കളെയും ഈ ഹൈനസും അദ്ദേഹത്തിന്റെ ഗുണ്ടകളൊക്കെ ചേർന്ന് മർദ്ദിക്കുകയൊക്കെ ആക്രമിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ ഇവർ DCPക്ക് പരാതി നൽകിയതിന് പിന്നാലെയാണ് മറ്റ് നടപടികളിലേക്കൊക്കെ പോയത്. ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ പോലീസ് കൃത്യമായി ഇടപെട്ടിരിക്കുന്നു. പ്രതിയെ പിടികൂടിയിരിക്കുന്നു. പ്രതിയെ സഹായിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരിക്കുന്നു. ശരി. കെ ബി ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത് ബംഗളൂരുവിൽ നിന്ന്.